ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന് ട്വിസ്റ്റ് വീഡിയോയിൽ ഞാൻ റിവീൽ ചെയ്യാൻ പോവാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, ഞാൻ കെട്ടി ബാക്ക് ചെയ്ത് പോകുന്ന എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. എനിക്ക് തീരെ അവിടെ നിൽക്കാൻ ആവുന്നേ ഇല്ല. മേ ബി അത് എൻ്റെ കുഴപ്പമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഒറ്റ മലയാളി കുട്ടികളില്ല. അതാണൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ എനിക്ക് അത് അവിടെ വലിയൊരു പ്രശ്നമായിരുന്നു. ആസ് എ പേഴ്സൺ, ആസ് എ സ്റ്റുഡൻറ്റ്, ഞാൻ കോളേജിൽ ഡിഗ്രിക്ക് പോയ സമയത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ട്. എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാവില്ല എന്നൊക്കെ എനിക്കറിയാം. ഫ്രണ്ട്സ് കൂടെ ഉണ്ടാവില്ല എന്നല്ല, എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവില്ല. മീൻസ് ഒറ്റയ്ക്ക് തന്നെ പോകണം, പഠിക്കണം. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് തീരെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സ്, അവിടുത്തെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ്, എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ അവിടുന്ന് ഒരിക്കലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാത്ത ഒരാളായിരുന്നു. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം ഞാൻ കാണിച്ചെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. ഹൗ ഐ ഡോണ്ട് ലൈക്ക് ദറ്റ് പ്ലേസ്. എത്രത്തോളം എനിക്കത് ഇഷ്ടമില്ല. ഒരു പക്ഷേ ഞാനത്, എനിക്ക് കണ്ണൂരെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ അവിടെ കിടക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി ഞാൻ ഇത്രയൊക്കെ, എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് തീരെ, ഞാൻ ഇനി ആ ഒരു കാലം ആലോചിക്കുമ്പം എന്തുകൊണ്ടോ എനിക്ക് കണ്ണൂർ കിട്ടി എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക്. അതുപോലെ തന്നെ അവിടെ ഞാൻ TC വാങ്ങിച്ച് തിരിച്ചു പോരുകയാണ്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്ക് ഞാൻ കണ്ട കാഴ്ചകൾ, എൻ്റെ മനസ്സിൽ എന്തായിരുന്നു ആ സമയത്ത്, പോകുന്ന സമയത്ത് ഈ കണ്ണൂർ കിട്ടിയിട്ടില്ല. എനിക്ക് വേറൊരു ഓപ്ഷനില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ തിരിച്ചു വന്ന സമയത്ത് എൻ്റെ അപ്പനും അമ്മയൊന്നും ആരും തന്നെ എന്നോട് തിരിച്ചു പോക്കോ, അവിടെ നിൽക്കാൻ പറ്റത്തില്ല, അവിടെ അഡ്മിഷൻ എടുത്തതാണ്, ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അവരെപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. എന്നെ മനസ്സിലാക്കുന്ന കുറേ പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും എൻ്റെ കൂടെ അവരെല്ലാം ഉണ്ടായിരുന്നു. സോ ഐ എം സോ ഹാപ്പി. നമ്മൾ മോശ സമയത്താണ് നമ്മൾ ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും, ആരൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. എൻ്റെ മോശ സമയം എന്ന് വെച്ചാൽ അവരെന്നെ കൂട്ടാൻ വന്നു അവിടെ. ഒരുപക്ഷെ അവർ പോയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് കെട്ടി പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ എനിക്കറിയത്തില്ല ഗൈസ്, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതൊക്കെ പറയുമ്പോൾ കുറേ പേർക്ക് നെഗറ്റീവായിട്ട് തോന്നുമായിരിക്കും, പക്ഷേ എനിക്ക് ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി, അതെൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഗൈസ്. അപ്പോൾ ഇതായിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ.